ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് കാറ്റഗറി നമ്പർ 154/2023 നടന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീമാണ് ഓപ്ഷൻ ബി മുംബൈ ഇന്ത്യൻസ്. രണ്ടാമത്തെ ചോദ്യം, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമയാണ് ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. ഓപ്ഷൻ സി ആണ് ആൻസർ. 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമയാണ് ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേരാണ് സമന്വയ പദ്ധതി. ഓപ്ഷൻ എ ആണ് ആൻസർ. അഞ്ചാമത്തെ ചോദ്യം, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവലാണ് അടിയാളപ്രേതം. അടിയാളപ്രേതം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ആറാമത്തെ ചോദ്യം നോക്കാം. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡ് ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രിമിക്സിന് 2022 ലഭിച്ച അവാർഡാണ് ഏത്? ഗ്ലെൻ മാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഏഴാമത്തെ ചോദ്യം, രണ്ടാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഓപ്ഷൻ ബി ശ്രീ സജി ചെറിയാനാണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേരാണ് ഫസ്റ്റ് ബെല്ല്. ഓപ്ഷൻ ഡി ഫസ്റ്റ് ബെല്ല്. ഒൻപതാമത്തെ ചോദ്യം, ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻസ് ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഏത്? EOS 04 EOS 04 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. പത്താമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരീസ് ബിനാലെ നടന്ന വർഷം 2012 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 11ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്ത ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? സിക്കിം, പശ്ചിമ ബംഗാൾ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. സിക്കിം, പശ്ചിമ ബംഗാൾ. 13ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ സി മണിപ്പൂരാണ്. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 13ാമത്തെ ചോദ്യം, നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. ഇത് രണ്ടുമാണ് ശരി, ബാക്കി 3-4 ഓപ്ഷൻസ് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നാഗ്പൂർ പ്ലാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ 1ഉം 2ഉമാണെന്ന് ഓർത്തിരിക്കുക. 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏത്? ഓപ്ഷൻ ഡി ആണ് അംബാല അമൃത്സർ. അംബാല അമൃത്സർ. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതാണ്? അംബാല അമൃത്സർ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട്. ഓപ്ഷൻ ഡി വയനാട്. 16ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 2 NW2 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏവ? അലഹബാദ് മുതൽ ഹാൽഡിയ വരെ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. 1620 കിലോമീറ്റർ നീളമുണ്ട്. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഇതിൽ ശരിയായ പ്രസ്താവനകളെന്ന് പറഞ്ഞാൽ 2ഉം 4ഉമാണ്. സാദിയ മുതൽ ദുബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 17ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ.
ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ എ പീലിക്കോട് കേട്ടോ. ഓപ്ഷൻ എ പീലിക്കോട്. 19ാമത്തെ ചോദ്യം, ഫുഡ് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? പഞ്ചസാര വ്യവസായം ഇതിനുദാഹരണമാണ്. തെറ്റ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. ശരിയാണ്. കൂടുതൽ തൊഴിലാളികളെ ആവശ്യമാണ്. പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണിത്. ഇതിൽ 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 20ാമത്തെ ചോദ്യം, ഇന്ത്യ വിക്ഷേപിച്ച ഇയോസ് 04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു. അത് തെറ്റ് തന്നെയാണ്. കാരണം ഇവിടെ ഈ ചോദ്യപേപ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് 2022 വിക്ഷേപിച്ചതെന്ന് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ബാക്കി ശരിയാണ്. PSLV C-52 എന്ന വാഹനമാണ് ഇതിൻ്റെ വിക്ഷേപണത്തിന് ഉപയോഗിച്ചത്. ഇതൊരു റഡാർ ഇമേജിംഗ് ഉപഗ്രഹമാണ്. ഇതൊരു ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ്. അതും 3 പോയിന്റും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് 2021 ഫെബ്രുവരി 14 വിക്ഷേപിച്ചു എന്നുള്ളത് തെറ്റാണ്. 21ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ആര്? ഓപ്ഷൻ സി ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് 21ന് ആൻസർ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏത്? ഓപ്ഷൻ ഡി ആന. ഓപ്ഷൻ ഡി ആനയാണ് പൈതൃക മൃഗം. 23ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ? 2005 കേട്ടോ. 23 ഓപ്ഷൻ ഡി ആണ് 2005. 24ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 42ാം ഭേദഗതി. ഓപ്ഷൻ ഡി 42ാം ഭേദഗതി. 25ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ 3ാം ഭാഗത്തിൽ പ്രതിപാദിക്കുന്നു. ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിൽ മൗലികാവകാശങ്ങളുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 വിധത്തിലുള്ള മൗലികാവകാശങ്ങളുണ്ട്. ഇതിൽ ബന്ധമില്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. 2ഉം 3ഉമാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ഇപ്പോഴത്തത് അലക്സാണ്ടർ തോമസ് ആണ് കേട്ടോ. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അലക്സാണ്ടർ തോമസ് ആണ്. ഓപ്ഷൻ ഈ കൊടുത്തിരിക്കുന്നത് തെറ്റാണ് കേട്ടോ. അലക്സാണ്ടർ തോമസ് ആണ് ഇപ്പോഴത്തെ. 27ാമത്തെ ചോദ്യം, ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തതേത്? 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു. ഇത് ബന്ധമില്ലാത്തതാണ് കേട്ടോ. അംഗീകരിച്ചത് ഓഗസ്റ്റ് 1 1947 ബാക്കിയെല്ലാം എന്താണ്? ശരിയാണ്. 28ാമത്തെ ചോദ്യം, ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? 1950 ജനുവരി 24 കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 29ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓപ്ഷൻ സി ആണ് ആൻസർ. 30ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കേട്ടോ. 31ാമത്തെ ചോദ്യം, അരേ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് KP കറുപ്പനാണ്. 32ാമത്തെ ചോദ്യം, കുറിച്യ കലാപത്തിൻ്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 33ാമത്തെ ചോദ്യം, കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 34ാമത്തെ ചോദ്യം, കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്? ഡോക്ടർ KB മേനോനാണ്. ഓപ്ഷൻ എ ആൻസർ. 35ാമത്തെ ചോദ്യം, ചട്ടമ്പിസ്വാമിയുടെ പ്രധാന കൃതി? പ്രാചീന മലയാളം. ഓപ്ഷൻ ബി ആൻസർ. 39ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം നടന്ന വർഷം? 1809. ഓപ്ഷൻ ബി ആണ് ആൻസർ. 37ാമത്തെ ചോദ്യം, കല്ലുമാല സമരം നയിച്ചത്? നമുക്കറിയാം അയ്യൻകാളി അല്ലേ. ഓപ്ഷൻ സി അയ്യൻകാളി. അടുത്ത ചോദ്യം, 38ാമത്തെ ചോദ്യം, മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി കേട്ടോ. ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 39ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 40ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവ്വമത സമ്മേളനം നടന്നത് എവിടെയാണ്?
ആലുവ കേട്ടോ, ആലുവ. 41 ചോദ്യം നോക്കാം. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത് ആരാണ്? നാനാ സാഹിബ് കേട്ടോ, നാനാ സാഹിബാണ്. ഓപ്ഷൻ ഡി ആൻസർ. 42 ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ? ഹണ്ടർ കമ്മീഷൻ കേട്ടോ, ഓപ്ഷൻ ബി ഹണ്ടർ കമ്മീഷൻ. 43 ചോദ്യം. കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ലാഹോർ സമ്മേളനമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 44. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് ഏത് വ്യക്തിയെയാണ്? നമുക്കറിയാം, ഓപ്ഷൻ ബി വിനോബ ഭാവെ, ആചാര്യ വിനോബ ഭാവെയാണ് ഗാന്ധിജി തിരഞ്ഞെടുത്തത് കേട്ടോ. 45 ചോദ്യം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ? ഫസൽ അലി കമ്മീഷനാണ് കേട്ടോ, ഫസൽ അലി കമ്മീഷൻ. 46 ചോദ്യം. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മിൽ സമരമാണ് നിരാഹാര സമരം കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. 47 ചോദ്യം. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞാരാണ്? സുഭാഷ് ചന്ദ്രബോസ് കേട്ടോ, സുഭാഷ് ചന്ദ്രബോസ്. 48 ചോദ്യം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആര്? വി പി മേനോനാണ് കേട്ടോ, വി പി മേനോൻ. 49 ചോദ്യം. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം ഏതാണ്? ബോംബെ കേട്ടോ, നാവിക കലാപം ആരംഭിച്ച സ്ഥലം ബോംബെ ആണ്. 50 ചോദ്യം. ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം എന്ന്? 1931 കേട്ടോ, 31. 51 ചോദ്യം. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി, ഓപ്ഷൻ എ കാവേരി. 52 ചോദ്യം. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? പാലക്കാട്, ഓപ്ഷൻ ബി പാലക്കാട്. 53 ചോദ്യം. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്? ഒക്ടോബർ 13 കേട്ടോ, ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനം. 54 ചോദ്യം. കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 13 ജി വി രാജയുടെ ജന്മദിനമാണ്. 54 ചോദ്യം. കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി? സജി ചെറിയാനാണ് കേട്ടോ, സജി ചെറിയാനാണ്. 55 ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ട് കായൽ വ്യാപിച്ച് കിടക്കാത്തത്? ഏതാണ് വേമ്പനാട്ട് കായൽ ഇല്ലാത്തത്? കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ് കേട്ടോ. 56 ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റമാണ് കേട്ടോ, മൂലമറ്റമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. 57 ചോദ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കേരളം കേട്ടോ, ഓപ്ഷൻ ഡി കേരളം. 58 ചോദ്യം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരമാണേത്? പാലക്കാട് ചുരം, ഓപ്ഷൻ സി പാലക്കാട് ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം ഏതാ? വ്യാവസായ തലസ്ഥാനം ചോദിച്ചാൽ എറണാകുളമാണ്. സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ കേട്ടോ. 60 ചോദ്യം. കേരളത്തിലെ ശുദ്ധജല തടാകം ഏത്? ശാസ്താംകോട്ടക്കായലാണ് ഈ കൊടുത്തിരിക്കുന്നതിൽ, ശാസ്താംകോട്ടക്കായൽ. 61 ചോദ്യം. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന പോഷക ഘടകം ഏതാണ്? പ്രോട്ടീൻ കേട്ടോ, പ്രോട്ടീനാണ്. 62 ചോദ്യം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? കരൾ കേട്ടോ, കരൾ. 63 ചോദ്യം നോക്കാം. വിറ്റമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമേത്? നമുക്കറിയാം, കണ അല്ലേ, ഓപ്ഷൻ എ കണയാണ്. 64 ചോദ്യം. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏത്? പ്രോട്ടോസോവ, ഓപ്ഷൻ സി പ്രോട്ടോസോവ. 65 ചോദ്യം നോക്കാം. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18 താഴെ പ്രായമുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള സഹായം നൽകുന്ന കേരളത്തിലെ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം കേട്ടോ, താലോലം. 66 ചോദ്യം. ചാവക്കാട് ഓറഞ്ച് ഏത് വിളയുടെ ഇനമാണ്? തെങ്ങ് കേട്ടോ, തെങ്ങ്, ഓപ്ഷൻ ഡി തെങ്ങ്. 67 ചോദ്യം. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി ഡാഷായിരിക്കും? ഹരിത സസ്യങ്ങൾ കേട്ടോ, ഓപ്ഷൻ ബി ഹരിത സസ്യങ്ങൾ. 68 ചോദ്യം. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാസർഗോഡ് കേട്ടോ, ഓപ്ഷൻ എ കാസർഗോഡ്. 69 ചോദ്യം. ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്? ഓപ്ഷൻ സി വിഘാടകർ കേട്ടോ, ഓപ്ഷൻ സി വിഘാടകർ. 70 ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക? ഓപ്ഷൻ ഡി ആണ് അന്നപൂർണ കേട്ടോ, അന്നപൂർണ.
71 ചോദ്യം, അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാ? ജോൺ ഡാൾട്ടൺ. ഓപ്ഷൻ സി ജോൺ ഡാൾട്ടൺ. 72 ചോദ്യം, ഇരുമ്പിൻ്റെ അയിര് ഏതാ? ഓപ്ഷൻ എ ഹേമറ്റൈറ്റ് കേട്ടോ. ഓപ്ഷൻ എ ഹേമറ്റൈറ്റ്. 73 ചോദ്യം, ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? അലുമിനിയം. ഓപ്ഷൻ ഡി അലുമിനിയമാണ്. ആൽക്കലി ലോഹം അല്ലാത്തത് അലുമിനിയം. 74 ചോദ്യം, ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? കാർബൺ മോണോക്സൈഡ് കേട്ടോ. ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ്. 75 ചോദ്യം, ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ടെലൂറിയം. ഓപ്ഷൻ എ ടെലൂറിയമാണ് ആൻസർ. 76 ചോദ്യം, വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം ഏത്? ഓറിയോൺ. ഓപ്ഷൻ എ ഓറിയോൺ. 77 ചോദ്യം, കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം ഏത്? സംവഹനം. ഓപ്ഷൻ സി സംവഹനം. 78 ചോദ്യം നോക്കാം, ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി കത്രിക കേട്ടോ. ഓപ്ഷൻ ഡി കത്രിക. 79 ചോദ്യം നോക്കാം, പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ് കേട്ടോ. അപവർത്തനം. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം അപവർത്തനമാണ്. ഓപ്ഷൻ ബി ആൻസർ. 80 ചോദ്യം, ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് കമ്പനം എന്നാണ് കേട്ടോ. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കമ്പനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് കിട്ടിയ മാർക്കൊന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്